ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ റസ്മിൻ ജാസ്മിനെ വാഷ്റൂം ഏരിയയിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അത് സംസാരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ റസ്മിനും അപ്സരയും തമ്മിൽ സംസാരിച്ചപ്പോൾ അപ്സര റസ്മിനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്സര പറഞ്ഞൊരു കാര്യം, ഇവർ തമ്മിലുള്ള ബന്ധം അത് ഫേക്ക് ആയിട്ടുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സമയം അവരിരുന്ന് സംസാരിക്കുകയും ചെയ്തു. ആ സമയം മുതൽ റസ്മിൻ ജാസ്മിനുമായിട്ട് അകന്നു നടക്കുകയാണ്. മാത്രവുമല്ല, ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിച്ചപ്പോൾ റസ്മിൻ എന്തൊക്കെയോ ക്ലൂ കൃത്യമായിട്ട് ഇത് ഫേക്കാണ് എന്നുള്ളതിനെ കുറിച്ച് കൊടുത്തു എന്നുള്ള ഒരു കാര്യവും റസ്മിൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റസ്മിൻ ജാസ്മിനോട് തുറന്നു ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള കാര്യം എന്താണ്? ഉടനെ തന്നെ ജാസ്മിൻ തിരിച്ചു ചോദിക്കുകയാണ്, ആക്ച്വലി നിനക്ക് എന്താണ് റസ്മിനെ? മറ്റാരെങ്കിലും ഒരാൾ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ നീ ഇതെന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ റസ്മിൻ പറയുന്നത്, ഞാൻ പലയിടത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. ജാസ്മിൻ പറയുകയാണ്, റസ്മിനെ, നീ ഇതെന്നോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇതിന് ശരിക്കും മറുപടി പറയേണ്ടത്? കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ബോംബ് എറിയുന്ന ടാസ്ക്. ആ ടാസ്കിൽ ടണൽ ടീമിനെ ടാർഗറ്റ് ചെയ്യുവാൻ വേണ്ടി അവൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓക്കെ ഡൺ സെറ്റ് എന്നൊക്കെ അവനോട് പറഞ്ഞെങ്കിലും ഞാൻ ഒരു ബോംബ് പോലും നിങ്ങളെ എറിഞ്ഞില്ല. ഈ ഗെയിമിന് ശേഷം അവൻ എൻ്റെ അടുക്കൽ വന്ന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയതൊക്കെ ആ ഒരു വിഷയത്തിന്റെ പേരിലാണ്. എന്ന് വെച്ചാൽ അവനോട് വാക്ക് പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളതായിരുന്നു അവന്റെ പ്രശ്നം. ഇതൊക്കെ കണ്ടുകൊണ്ട് പല ആൾക്കാരും പലതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നോട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. റസ്മിനെ, ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? നീ തുറന്നു പറ. എന്റെ മുൻപിൽ നിന്നും അവസാന നിമിഷത്തിൽ ഗബ്രി ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീഡിയോ കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണ്, നിങ്ങൾ ഇവിടെ വെച്ച് സൗഹൃദമുണ്ടാക്കിയ ആൾക്കാരാണ്. അങ്ങനെ പോലുമാണ് ബിഗ് ബോസ് സംസാരിച്ചത്. നീ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പ്രീ പ്ലാൻഡ് ആയിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടുകാരിപ്പോൾ കരയില്ലായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ വഴിയാധാരമാവുകയുമില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ള കാര്യം അത് വീട്ടിൽ പറഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടേ ഞാൻ ഇവിടെ വരത്തുള്ളായിരുന്നു. നീ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ റസ്മിനെ? എനിക്കിത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. ഞങ്ങളുടെ ഓരോ ഘട്ടങ്ങളും കണ്ട് നടന്ന് നീ ഇത് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ റസ്മിൻ പറയുകയാണ്, നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്ന ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെയായിപ്പോയി. ഉടനെ ചോദിക്കുകയാണ്, ആരാണത് പറഞ്ഞു നിന്നോട്? പക്ഷേ ആ പറഞ്ഞ ആളുടെ പേര് പറയില്ല, എന്താണ് പറഞ്ഞതെന്നും റസ്മിൻ കൃത്യമായി പറയുന്നില്ല. ജാസ്മിൻ പറയുന്നു, അത് പറഞ്ഞ ആൾ ആരാണ് എന്ന് നീ പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അത്രമാത്രം വിശ്വാസമുള്ളൊരു വ്യക്തി ആയിരിക്കുമല്ലോ അത് പറഞ്ഞത്. ആ വ്യക്തി ആരാണ് എന്ന് എന്തുകൊണ്ട് നിനക്ക് പറയാൻ പറ്റുന്നില്ല? അപ്പോൾ റസ്മിൻ പറയുകയാണ്, എനിക്ക് അത്രമാത്രം വിശ്വാസമുള്ള വ്യക്തി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നോട് ചില കാര്യങ്ങൾ പറയുകയും ആദ്യമൊക്കെ ഞാൻ കേട്ട സമയത്ത് ഞാൻ അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല, ഞാൻ അതൊക്കെ വിട്ടുകളഞ്ഞതാണ്. പക്ഷെ കൂടെ വന്നിട്ട് വീണ്ടും പല കാര്യങ്ങളും എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് തന്ന് എനിക്കത് വിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് തന്ന വിഷയം എന്താണ്? ഒരു കാര്യം നീ ഒന്ന് പറയ്, നീ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പറയാതെ. അപ്പോൾ വീണ്ടും റസ്മിന് പറയുക, ജാസ്മിനെ, വല്ലവരും പറയുന്നത് കേട്ടിട്ട് തുള്ളുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു ഇൻസിഡന്റ് പറ, എന്താണ് ഇത് ഫേക്കാണ് എന്ന് നിനക്ക് തോന്നുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യമെങ്കിലും പറയ്. അപ്പോൾ റസ്മിൻ പറയുന്നത്, അങ്ങനെയൊന്നും എടുത്തെടുത്ത് പറയുവാൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാനിത് നിന്നോട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് കയറി ഒരു കരടായിട്ട് ഇത് കിടക്കും. ജാസ്മിൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, റസ്മിനെ, എല്ലാം കണ്ടും എല്ലാം മനസ്സിലാക്കിയും കൂടെ നടന്നതിന് ശേഷം ഒരു പെർസെൻറ്റേജ് എങ്കിലും ഇത് ഫേക്കാണ് എന്നുള്ളത് നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കയറി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഈ ചോദ്യത്തിനൊന്നും കൃത്യമായിട്ട് റസ്മിന് ഒരു ആൻസർ ചെയ്യുവാൻ കഴിയുന്നില്ല. റസ്മിൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുകയും പെരുമാറുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ എടുത്തിട്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വീണ്ടും റസ്മിനോട് ചോദിക്കുകയാണ്, അത് നീ ഒരു കാര്യമെങ്കിലും പറ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് ഇതാണ് വിഷയം എന്ന് സമർത്ഥിക്കുവാൻ റസ്മിനില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളിൽ നിന്നും കിട്ടിയ ഒരു സംഗതിയാണ് റസ്മിൻ ഇവിടെ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ആ കാര്യം വളരെ കൃത്യമായിട്ട് ജാസ്മിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും റസ്മിന് കഴിയുന്നില്ല. ശരിക്കും റസ്മിൻ ഇവിടെ പറയുന്നുണ്ട്, വല്ലവരും പറയുന്നത് കേട്ട് തുള്ളുന്ന ഒരാളല്ല ഞാനെന്നുള്ളത്. റസ്മിൻ ഇവിടെ എന്തുകൊണ്ടാണ് ഈ തുറന്നു പറയാൻ മടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റസ്മിൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഞാൻ മറ്റൊരാളിൻ്റെ വാക്ക് കേട്ട് തുള്ളുന്ന ഒരാളല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല സംഭവം ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നാളും ഇവർ കാണിക്കുന്ന കോക്കാപ്പിച്ചകളെല്ലാം കണ്ട് ഇതിൻ്റെ കൂടെ നടന്നതിന് ശേഷം ഇപ്പോൾ റസ്മിൻ ഇങ്ങനെ പറയുന്നത് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ മറ്റൊരാൾ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി പറയാൻ തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാരണം എന്താണ് അല്ലെങ്കിൽ കാര്യം എന്താണ് എന്നുള്ളത്
മുഖത്ത് നോക്കി പറയാനുള്ള ആ തൻ്റെ ഇടമെങ്കിലും കാണിക്കണം. ഇപ്പോൾ കാര്യം മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു. ജാസ്മിൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ കിടന്നുകൊണ്ട് ഉരുളുകയാണ്. കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് ജാസ്മിനെ ബോധ്യപ്പെടുത്തുവാൻ പറ്റുന്നില്ല. നിങ്ങൾ ഫേക്ക് ആയിരുന്നു, ഫേക്കാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ റസ്മിന് പറ്റുന്നില്ല. ആകെ കൂടി അവസാനം റസ്മിൻ കൺക്ലൂഡ് ചെയ്യുന്ന വിഷയം ഇതാണ്: ചില സമയങ്ങളിൽ നിങ്ങൾ സ്നേഹത്തിലിരിക്കുന്നത് കാണുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് ഇങ്ങനെയൊക്കെ തോന്നിയതാണെന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാനിത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത്. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തിനടുത്താകുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗബ്രി അവിടുന്ന് പോയത്. ഇത്രയും നാളും ഇതെല്ലാം കണ്ടും കേട്ടും ആ വീട്ടിൽ നിരന്തരമായിട്ട് ആൾക്കാർ ഇവരെ എടുത്തിട്ട് ആക്രമിക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ നടന്നപ്പോഴൊന്നും ഈ തോന്നിയ കാര്യം എന്തുകൊണ്ടാണ് റസ്മിൻ ജാസ്മിനോടും ഗബ്രിയോടും തുറന്നു ചോദിക്കാതിരുന്നത്? ഇത് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കുന്നു, അപ്പുറത്തേക്ക് മാറി മറ്റൊന്ന് കാണിക്കുന്നു. ഇത് തോന്നിയാസല്ലേ? ഇത് ശരിക്കും ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യാത്ത കാര്യമാണല്ലോ എന്ന് എന്തുകൊണ്ട് റസ്മിൻ അന്ന് പറയാൻ തയ്യാറായില്ല? ഇത് കുറെ നാളുകളോട് കരടായിട്ട് ഉള്ളിൽ കിടക്കുകയാണെന്ന്. കരടായിട്ട് ഉള്ളിൽ കിടക്കുന്നത് ഇപ്പോഴെന്തുകൊണ്ടാണ് അത് പുറത്തു ചാടാൻ കാരണമായി തീർന്നത്? അത് മറ്റൊരു വ്യക്തി ഇദ്ദേഹത്തെ വിളിച്ചു മാറ്റിയിരുത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്കിത് നെഗറ്റീവായി മാറും, ജാസ്മിനുമായിട്ട് മുൻപോട്ടുള്ള പോക്ക് തന്നെ ബാധിക്കും എന്നൊരു ഭയം റസ്മിന്റെ മനസ്സിനകത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഭയത്തിന്റെ പിൻപിൽ വളരെ കൃത്യമായിട്ട് ഒരാൾ തീ കൊടുത്തു വിട്ടതാണ്. അത് പറയാനും പറ്റുന്നില്ല. എന്തായാലും റസ്മിൻ വല്ലാതെ പെട്ടിരിക്കുകയാണ്. ഇവിടെ കിടന്നുരുളുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ അവസാനമായിട്ട് ജാസ്മിൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്: റസ്മിനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഗബ്രിയെ അത്രമാത്രം ഇഷ്ടമാണ്. എനിക്കത് പറയാൻ വാക്കുകളില്ല. ഞാൻ അത്രയധികം അവനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിനക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിന്റെ ഉള്ളിൽ ഒരു പെർസെൻറ്റേജ് എങ്കിലും അതിനെതിരായിട്ടൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് വന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നീ സംസാരിക്കുന്നത് എന്താണെന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം: എനിക്ക് ഗബ്രിയെ അത്രമാത്രം ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും അധികം ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ഒരാൾ ഗബ്രിയാണ്. പക്ഷെ നീ പറയുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിനകത്ത് പലതരത്തിലുള്ള ഡൗട്ട് വന്നിട്ടുണ്ടെന്ന്. റസ്മിനെ, ഈ ബന്ധം ഇങ്ങനെയാണ്. ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അടിക്കും. ഇങ്ങനെ പോകുന്നൊരു ബന്ധമാണിത്. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും മുൻപോട്ട് പോയിട്ട് അവസാനം വന്നിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കരട് കയറി എന്ന് പറയുമ്പോൾ നിന്നോട് എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ ഈ അടിവില്ലിൽ വീണതുപോലെയായി. കോപ്പ് പണ്ടാരം പറയണ്ടായിരുന്നു എന്നുള്ള ഒരു മുഖഭാവത്തിലേക്ക് എത്തി. പക്ഷേ റസ്മിൻ പറയുന്നത്, എനിക്ക് അങ്ങനെ നിന്നെ ഒഴിവാക്കി പോകാനും പറ്റില്ല, എന്നാൽ നിന്റെ തോളിൽ കൈയിടാനും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ത്രിശങ്കു സ്വർഗത്തിൽ വന്നിട്ട് റസ്മിൻ നിൽക്കുന്നത് പോലെയാണ് റസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രവചിച്ചിരുന്നതാണ്. ആ അവസ്ഥയിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വള്ളി എടുത്ത് തോളിൽ വെക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കണം, നാളെ ഇതെനിക്ക് കുരുക്കായി മാറുമോ ഇല്ലയോ എന്നുള്ളത്. ഇതൊന്നുമില്ലാതെ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഇവരെ ടാർഗറ്റ് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ഇവർ ഫേക്കാണ് എന്നുള്ളത് തുറന്നു വിളിച്ചു പറയുകയും ചെയ്യുന്ന സമയത്ത് നിർലോഭമായ സപ്പോർട്ട് അവർക്ക് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് കൂടെ നിന്ന വ്യക്തി ഇപ്പോൾ ഈ വാക്ക് തിരിച്ചു പറയുമ്പോൾ ഇതിൻ്റെ പിൻപിലുള്ള ആന്തരിക ഉദ്ദേശം എന്താണ് എന്നുള്ളത് കേൾക്കുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.